ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നോമ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയും ഉപവാസവും പ്രാശ്ചിത്വവും ഒക്കെ ആയിട്ട് നമ്മൾ കഴിയുമ്പോൾ ഈശോയോട് ഒത്തിരി ചേർന്ന് നിൽക്കാൻ നമുക്ക് ഇടയാകുന്നു. എന്നാൽ ഇത് പിശാചിന് ഒട്ടും തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവൻ നമ്മളെ എങ്ങനെയെങ്കിലും തമ്പുരാനിൽ നിന്ന് അകറ്റാൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ നമ്മളിൽ കയറിപ്പറ്റി നമ്മൾക്ക് പ്രലോഭനങ്ങൾ തന്ന് നമ്മളെ അകറ്റാനുള്ള ശ്രമം. ഈ ശക്തികളെ പുറത്താക്കാൻ നമുക്ക് പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശരണം. വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നതും അതുതന്നെയാണ്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദുഷ്ടശക്തികളെ അകറ്റി നിർത്താൻ, പ്രലോഭനങ്ങൾ വീഴാതെ ഈശോയോട് ചേർന്ന് നിൽക്കാൻ നമുക്കിടയാകട്ടെ. ഇങ്ങനെ നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടശക്തികളെ മാറ്റി നിർത്തുക മാത്രമല്ല, നമ്മളിലെ പരിശുദ്ധാരൂപി നിറയാനും ഇടയാകുന്നുണ്ട്. 10 ദിവസം തുടർച്ചയായിട്ട് സിഹിയൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മേലും ശിഷ്യന്മാരുടെ മേലും തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ശക്തിയായി ആവസിച്ചത്. നമ്മളിലും ആത്മാവിൻ്റെ നിറവുണ്ടാകാൻ, പ്രലോഭനങ്ങളെ എതിർത്ത് നിൽക്കാൻ നിരന്തരം പ്രാർത്ഥിക്കാം. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.